ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്നൊരു ചൂരക്കറിയാണ് കേട്ടോ വയ്ക്കുന്ന തലക്കറി. അപ്പം വലിയൊരു ചൂര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തലക്കറി അങ്ങ് സെറ്റാക്കിയേക്കാം. അപ്പം ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു സവോള, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4-5 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ പിഴുപുളി എടുക്കുന്നുണ്ട് കേട്ടോ. പുളി അപ്പം നിങ്ങളുടെ പുളിയുടെ അത് നോക്കിയിട്ട് തക്കാളി എടുത്താൽ മതിയേ. എന്നിട്ട് ഇതെല്ലാം കൂടെ കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുക്കുക. അപ്പം ഞാൻ ഇത് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞാണ് എടുക്കത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തേക്ക് കേട്ടോ. അപ്പം നമുക്ക് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കറിക്ക് നാടൻ കറിയാണ്, അപ്പം നല്ല വെളിച്ചെണ്ണയാണ് നല്ലത്. അതിലേക്ക് ഉലുവയും കുറച്ച് കടുവും കൂടെ ഇട്ട് കൊടുക്കാം. ചട്ടി നല്ലോണം ചൂടായ ശേഷം ഇടുക കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി വന്നോളെ. എന്നിട്ട് ഇത് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളർ മാറി വരുമ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ. തലക്കറിയൊക്കെ പല രീതിയിലും വയ്ക്കും, പക്ഷേ ഇതെൻ്റെ ഒരു രീതിയാണേ. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാണ്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തലക്കറിയൊക്കെ ആകുമ്പോൾ കുറച്ച് എരി അത് നല്ലതാണല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. അത് നല്ലപോലെ ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തൊന്ന് മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണേ. മല്ലിപ്പൊടി കറിക്ക് ചിലർ ഇടില്ല തലക്കറി വയ്ക്കുമ്പോൾ, പക്ഷെ ഞാനിവിടെ ഇടുന്നുണ്ട് കേട്ടോ. കറി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട്. മല്ലിപ്പൊടി ഒരു 3 ചെറിയ സ്പൂണിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് കണക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി, അതും എരിക്ക് ആവശ്യം നല്ല എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. പിന്നെ എൻ്റെ കാശ്മീരി ചില്ലി ഇല്ലായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ അതും കൂടെ ഇടുമ്പോൾ കളർ കുറച്ച് കിട്ടിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാനിതിട്ട ഉപയോഗിക്കുന്ന കേട്ടോ. പിന്നെ തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു കളറ് ഒന്ന് നല്ല കറുത്ത കളറില്ലേ മീൻകറി കാണുന്ന ആ ഒരു രീതിയിൽ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വയ്ക്കുക കണ്ടോ. ഇതുപോലെ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേനും ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. മീനിൽ അപ്പോൾ പിടിക്കും മീനിടുമ്പോഴത്തേനും. എന്നിട്ട് നമ്മുടെ ആ തലക്കുട്ടനെ ഇങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. അപ്പം അത് സെറ്റായി വരട്ടെ. പിന്നെ ബാക്കി പീസുകൾ എടുത്തിട്ട് കൊടുക്കുക. ഞാനിതിൽ കൂടെ മുള്ളും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണേ. ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കരുത്, ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എല്ലായിടവും അരപ്പ് ഇതാവുന്നുണ്ടോ നോക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക. അപ്പം കണ്ടോ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ചട്ടിയിലിരുന്ന് കുറച്ചുകൂടെ കുറുകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ